വെൽക്കം ടു ജുലിനാസ് കിച്ചൻ. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി എങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്യാമെന്നാണ്. വളരെ ഈസി മെത്തേഡാട്ടോ, ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസിയായി ഈ പ്രോൺ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 600 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ചെമ്മീൻ ഞാൻ 3-4 പ്രാവശ്യം കഴുകി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തൊരു ഇങ്ങനെ വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നാര് പോലെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് കളയണം. അതാണ് നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാക്കുകയെന്ന് പറയാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യണ വിധമൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചെമ്മീൻ റോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ. അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ പറയണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഇടാം, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി അല്പം ഉപ്പിടാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം ചെമ്മീനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. എപ്പോഴും ചെമ്മീൻ നമ്മൾ എന്ത് കറി ആയാലും റോസ്റ്റ് ആയാലും ഫ്രൈ ചെയ്യാനായാലും 2 കഷ്ണം കുടംപുളി ഇട്ടാൽ നമ്മുടെ വയറിനൊന്നും ഒരു അസുഖം ഉണ്ടാവില്ല. അപ്പോൾ 2 കഷ്ണം കുടംപുളി ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, ചെമ്മീൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 25ഓളം ചെറിയ ഉള്ളി വേണം. ഈ ചെറിയ ഉള്ളി നമുക്ക് കല്ലിലിട്ട് ചതച്ച്, അത് കുത്തി ചതച്ച മുളകുണ്ടല്ലോ, നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അതും കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുക്കണം. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ചെറിയ ഉള്ളിയും ചതച്ച മുളകും കൂടെ ഞാൻ നല്ലപോലെ കുത്തി ചതച്ചെടുത്തു കേട്ടോ. ഇതാണ് ശരിക്കും ആ ചെമ്മീൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇതിനകത്ത് എടുത്തത് കേട്ടോ. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും ചില്ലി ഫ്ലേക്സും കൂടെ നമ്മൾ ചതച്ചെടുത്തില്ലേ, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള കേട്ടോ, മീഡിയം സൈസ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ബാക്കി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു അല്പം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചപ്പോൾ ഉപ്പിട്ടാട്ടോ വേവിച്ചിരിക്കണേ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പിടാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം പിന്നെ ചെമ്മീനൊക്കെ ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിരിക്കണേ. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ ചെമ്മീൻ ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. കൂടുതൽ മൊരിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ ചെമ്മീൻ ഒരു റബ്ബർ പോലെ ആയിപ്പോവും. അധികം വേഗം വെന്ത ചെമ്മീനാണല്ലോ, അപ്പോൾ അധികം ഇനി ഇതിനകത്ത് കിടന്ന് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കണ്ടോ. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി ഒന്ന് തിരിച്ചൊക്കെ ഇടാം. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുവിധം ഫ്രൈ ആയി വരുന്നിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഭയങ്കര ഹാർഡായി പോവും ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ പാകം.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡല്ലേ ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മളങ്ങനെ വളരെ ഈസി മെത്തേഡിലൂടെ ചെമ്മീൻ ഫ്രൈ ചെയ്തു. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.